ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ചെമ്മീൻ ഫ്രൈ കഴിക്കാനായിട്ട് വളരെ സ്വാദാണ്. നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ആ ഒരു മസാലയാണ് ഈ ഒരു ചെമ്മീന് വളരെയധികം സ്വാദ് നൽകുന്നത്. അതുപോലെ തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ ഫ്രൈ കൂടിയാണ്. രാവിലെ ഉണ്ടാക്കുവാണെങ്കിൽ വൈകിട്ടായാലും നല്ല ക്രിസ്പിയോട് കൂടി തന്നെയാണ് ഇതിനെ കഴിക്കാൻ പറ്റുക. ചെമ്മീൻ വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പിയും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. നമ്മളിന്ന് 1 കിലോ ചെമ്മീൻ വെച്ചിട്ട് ഒരു 15 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന ചെമ്മീൻ്റെ അളവുകൾ കുറച്ചാണെങ്കിൽ നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന മസാലകളെല്ലാം അളവുകൾ നിങ്ങൾ കുറച്ചെടുക്കേണ്ടതുമാണ്. വളരെ സ്വാദാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയും കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ നാരൻ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോരെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കുടലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി നമ്മുടെ ചെമ്മീന് ഒരു മസാല റെഡിയാക്കണം. ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയുടെ കൂടെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം. വീണ്ടും ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില ചേർക്കാം. ഇത്രയും ചേരുവകൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ കറക്കി എടുത്തിട്ട് വരാം. അധികം ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിയിലേക്ക് മതിയാകും. ഈ സമയം കൊണ്ട് തന്നെ ചെമ്മീൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലെ കുടലെല്ലാം ഒന്ന് വലിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത മസാലയെ ചെമ്മീനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 സ്പൂൺ അളവിൽ നല്ല ജീരകപ്പൊടി. ഇത്രയും ചേരുവകൾ കൂടെ ചെമ്മീനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കണം. ചെമ്മീനിലേക്ക് മസാലകളെല്ലാം തന്നെ നല്ല പോലെ കുഴച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാരിനേഷൻ കൂടി ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ടയും ചെമ്മീനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. കോഴിമുട്ട കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടെ ചേർക്കുവാണ്. തൈരിനെ ചേർക്കുമ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ടും. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ മൈദപ്പൊടി കൂടെ ചേർക്കാം. നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം വീണ്ടും ഇതിനെ നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കുവാണ്. നല്ലതുപോലെ മസാലകളെല്ലാം പിടിപ്പിച്ചെടുത്ത ചെമ്മീനെ 1 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനെ ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഓരോ ചെമ്മീനെയും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് 2-3 തവണ കൊണ്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്ത ചെമ്മീൻ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ മസാലകൾ തയ്യാറാക്കി ചെമ്മീനെ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പിയോടുകൂടി തന്നെയാണ് ചെമ്മീനെ നമുക്ക് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ചെമ്മീനെ ഇഷ്ടമല്ലാത്ത ആളുകൾ വരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. 2 ഭാഗവും നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊരു പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു സമയത്തായിരിക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ചെമ്മീന് കറിവേപ്പിലയുടെ നല്ല സ്മെല്ല് കൂടെ കിട്ടുന്നത്. ഒരു 3 മിനിറ്റ് മാത്രം മതിയാകും ഇതുപോലെ ചെമ്മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനെ ഒരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തന്നെ ചെമ്മീനെ മുഴുവനും ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. ചെമ്മീനെ ഫ്രൈ ആയി വരുന്ന സമയത്തായിരിക്കണം ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി ചെമ്മീൻ ഫ്രൈ ആണ്. ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടും. അത്രയും രുചിയൂറും വിഭവമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. ഇനി നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന പാർട്ടികളിൽ എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയാണ്.
തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.